കരമനയാറ്റിന്റെ കരയിലെ കാറ്റും കൊണ്ട് ഓളപ്പരപ്പിന്റെ ചലനങ്ങളും നോക്കിയിരിക്കുമ്പോൾ ഒരു സ്വപ്നം കടന്നുപോയ പ്രതീതി. വളരെ കാലം വിദേശത്ത് ജോലി ചെയ്ത ശേഷം നാട്ടിൽ വിശ്രമജീവിതം നയിക്കുവാൻ മടങ്ങിയെത്തിയ ശ്രീ നാരായണൻ ഉണ്ണിത്താൻ എന്ന മെക്കാനിക്കൽ എഞ്ചിനീയറുടെ ബുദ്ധിയിൽ കൃഷിയുടെ ആശയം പടർത്തിയത് വട്ടൂർക്കാവിലെ കൃഷിഭവനാണ്. സ്വന്തമായുള്ള 2 ഏക്കർ തരിശുപുരയിടം കൃഷിക്ക് അനുയോജ്യമല്ലാത്തതും പാഴടഞ്ഞതും ചരിവുള്ള ഭൂപ്രകൃതിയുമായിരുന്നു. കൃഷിയിൽ യാതൊരു മുൻപ്രവൃത്തി പരിചയവുമില്ലാത്തതിന്റെ വ്യാകുലതയെ കൃഷിഭവന്റെ ആധുനിക കൃഷിമുറകളും ശാസ്ത്രീയ സങ്കല്പങ്ങളും മാറ്റിമറിക്കുകയുണ്ടായി. തന്റെ കൈവശമുള്ള ഭൂമിയെ തട്ടുകളായി തിരിച്ചതുവഴി ഒഴുകിപ്പോകുന്ന ജലത്തെ തടഞ്ഞു നിർത്തി മണ്ണിലേക്കിറക്കുവാൻ കഴിഞ്ഞു. കൂടുതൽ ചരിവുള്ളിടത്ത് കല്ലുകൊണ്ടുള്ള കയ്യാലകളുമുണ്ടാക്കി മൺതട്ടിനെ താങ്ങി നിർത്തുകയുണ്ടായി. ഫലഭൂയിഷ്ഠമായ മേൽമണ്ണ് കുറെ നഷ്ടമായെങ്കിലും അവശേഷിക്കുന്ന മണ്ണിലെ ജീവകങ്ങളെ നിലനിർത്തുന്നതിനുള്ള സോയിൽ ടെസ്റ്റും മറ്റ് വളപ്രയോഗങ്ങളും നടത്തുകയുണ്ടായി. പാരമ്പര്യ കൃഷിയും ആധുനിക രീതികളും കൂട്ടിയിണക്കിയ ജൈവ സമ്മിശ്ര കൃഷി സംരംഭമാണ് ശ്രീ ഉണ്ണി സാറിന്റേത്. പുരയിടത്തിന്റെ മുൻപിൽ പഴക്കമുള്ള ഒരു പുളിമരം പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത് കാണാം. പഴയ ഇനം തെങ്ങുകൾക്കു പുറമെ മേൽത്തരം മലയൻ ഡ്വാർഫ് തെങ്ങിൻ തൈകളും ഫലവൃക്ഷങ്ങളായ പലതരം മാവിനങ്ങളും നട്ടുവളർത്തിയിരിക്കുന്നു. നീലം, കോശേരി, കോട്ടുകോണം, മൽഗോവ, തേന്മാവ്, ഒട്ടുമാവ് എന്നീ മാവുകളെ ശാസ്ത്രീയ പരിപോഷണം നൽകി പോറ്റി വളർത്തുന്നു. തേൻവരിക്ക വർഗത്തിലുള്ള ഒരു പ്ലാവ് തഴച്ചു വളരുന്നത് കാണാം. അങ്ങിങ്ങായി ജാതിത്തൈകളും കുരുമുളക് ചെടികളും നെല്ലിമരവും വ്യത്യസ്തങ്ങളായി നിൽക്കുന്നു. തെങ്ങിൻ ചെല്ലികളെ കുടുക്കുന്നതിനായി ഫെർമാൻ കെണികൾ സ്ഥാപിച്ചിട്ടുള്ളത് തെങ്ങുരോഗത്തെയും കീടങ്ങളെയും അകറ്റുന്നു. പലതരത്തിലുള്ള കായീച്ച കെണികളും രോഗബാധ ഏൽപ്പിക്കാതെ പച്ചക്കറികളെ സംരക്ഷിച്ചു പോരുന്നു. തെങ്ങിൻ തോപ്പിലെ വിളകൾക്കിടയിൽ ലഭിച്ച ധാരാളം സ്ഥലത്ത് സൂര്യപ്രകാശവും മണ്ണിലെ ഈർപ്പവും ഉപയുക്തമാക്കി വിവിധ തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്തു വരുന്നു. ഒറിജിനലി ഞാൻ നിലമ്പൂർക്കാരനാണ്. അവിടെ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കൃഷിയുണ്ട്. അപ്പോൾ കുട്ടിക്കാലം മുതലേ കൃഷിപ്പണിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ജീവിതമായിരുന്നുകൊണ്ട് എനിക്ക് ഇതിനോടുള്ള അഭിവാഞ്ച ഇപ്പോഴും ഉണ്ട്. അപ്പം അതൊരു കാരണമാണ്. പിന്നെ എൻ്റെ അച്ഛൻ ഒരു സിൽവിക്കൾച്ചറൽ ഓഫീസറായിരുന്നു. അദ്ദേഹവും ഈ കാർഷിക പ്രവൃത്തിയൊക്കെ ആയിട്ടുള്ള ആക്ടിവിറ്റീസുമായിട്ട് വളരെ എന്താ പറയുക
വളരെ ആക്റ്റീവായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വട്ടിയൂർക്കാവ് കൃഷിഭവനുമായി ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് ഈ ജൈവ കൃഷി ചെയ്യാനുള്ള ഉപദേശങ്ങളും പ്രചോദനങ്ങളും ഒക്കെ അവർ തന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പം ഈ ജൈവ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ ജൈവ കൃഷി തന്നെ സ്വല്പം ടെക്നിക്കൽ ഇമ്പ്രൂവ്മെൻറ്റോടുകൂടെ ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പച്ചക്കറി കൃഷിയിൽ ഇപ്പം കാര്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് വെണ്ട, പയർ, പാവൽ, പടവലം, പച്ചമുളക്, തക്കാളി, വഴുതന, കത്തിരി, മത്തൻ, ചുരക്ക ഇത്യാദി ഐറ്റങ്ങളാണ്. പിന്നെ ഇതിൻ്റെ വിപണനം പറയുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ വിളവെടുപ്പിനെ കുറിച്ച് പറയാം. ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ, അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഞങ്ങൾ വിളവെടുക്കുന്നത്. ഈ കിട്ടുന്ന വിളവ് ഞങ്ങൾ പച്ചക്കറി കടകളിലും ഇവിടെ വന്ന് വാങ്ങിക്കുന്ന ഉപഭോക്താക്കൾക്കും പിന്നെ ചില വീടുകളിലും ഒക്കെ ആയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് അങ്ങനെ വിറ്റ് പോകുന്നുണ്ട്. ഭാവിയിൽ ഒരു മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടാക്കണം എന്ന് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ആലോചിക്കുന്നുണ്ട്. വട്ടിയൂർക്കാവ് കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ അതിനുള്ളൊരു സംരംഭം തുടങ്ങാൻ പ്ലാനുണ്ട്. പുൽകൃഷി ചിലവ് കുറഞ്ഞ ഒരു മണ്ണ് സംരക്ഷണ മാർഗമാണ്. മണ്ണിന്റെ ജലാകിരണ ശേഷി വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല, മൺതരികളെ കൂട്ടിയോജിപ്പിച്ച് വേരുപടലങ്ങൾ മണ്ണൊലിപ്പ് തടയുന്നു. തീറ്റപ്പുല്ല് വച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ അവ കാലിത്തീറ്റയായി ഉപയോഗിക്കാം. ഫാമിന്റെ മുഖ്യ ആകർഷണം മഴമറയാണ്. ഇതിനുള്ളിൽ പയർ, തക്കാളി, വെണ്ടയ്ക്ക എന്നിവ കായ്ച്ച് വിളവെടുപ്പും കാത്തു നിൽക്കുന്നു. മഴമറയ്ക്കുള്ളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫെർട്ടിഗേഷൻ രീതിയിലുള്ള ജലസേചനവും ഒപ്പം വെഞ്ചുറി മുഖാന്തരം കടത്തിവിടുന്ന കുണപ്പജലത്തിനു പുറമെ മണ്ണിര കമ്പോസ്റ്റ് മിശ്രിതം ഇഞ്ചക്ട് ചെയ്യാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. കരമന നദിയിൽ നിന്നും ജലം സുലഭമായി ലഭിക്കുന്നതിനാൽ ധാരാളം പൈപ്പ് ലൈനുകളും ഡ്രിപ്പുകളും സുരക്ഷിതമായി പ്രവർത്തിക്കുന്നു. കൃഷിയുടെ എല്ലാ ഭാഗത്തും ജലവും വളവും ഒരേ സമയം എത്തുന്നു. ഇതിനാൽ മഴയെ കാത്തിരുന്നുള്ള കൃഷി കർഷകന് വേണ്ടിവരുന്നില്ല. കർഷകന് കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്നത് വാഴകൃഷിയാണെന്ന നിഗമനത്തിലാകാം ധാരാളം ഏത്തവാഴകളും മറ്റിനങ്ങളിൽപ്പെട്ട വാഴകളും പ്രത്യേകം നട്ടുവളർത്തിയിരിക്കുന്നു. ടിഷ്യൂ കൾച്ചർ ഇനത്തിൽപ്പെട്ട മേൽത്തരം വാഴകളാണ് ഇവയെല്ലാം. ടില്ലർ ഉപയോഗിച്ച് മണ്ണിളക്കി നിരപ്പാക്കിയ ശേഷം കുഴികൾ കുത്തി ചാണകത്തിൽ മുക്കി ഉണക്കിയ വാഴത്തൈകൾ നടുന്നു. പാളയംതോടൻ, രസകദളി, അണ്ണാൻ വർഗത്തിൽപ്പെട്ട വാഴകളും നേന്ത്രവാഴയും കുലച്ചു നിൽക്കുന്നുണ്ട്. വിളവെടുപ്പ് കാലമാണെന്ന് വിളിച്ചോതുന്ന വാഴക്കുലകളെ യഥാസമയം മുറിച്ചുമാറ്റി മറ്റു വാഴകളെ സംരക്ഷിച്ചു പോരുന്നു. വാഴകളിലെ അനാരോഗ്യം അകറ്റുന്നതിനായി നന്മ, മേന്മ എന്നീ കീടനാശിനികളിൽ മേന്മ കൃത്യമായി കുത്തിവയ്ക്കുന്നു. വാഴപ്പിണ്ടികളും മറ്റു വേസ്റ്റുകളും തെങ്ങിന് പുതകളായും മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിനായും ഉപയോഗിക്കുന്നു. ജൈവ പച്ചക്കറി കൃഷി നിയുക്തമാക്കിയ ഉണ്ണിസാർ നിശ്ചയദാർഢ്യത്തോടെ തന്റെ വിളകൾക്കുവേണ്ടി സ്വന്തമായി ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉണ്ടാക്കുന്നു. കുണപ്പുജല നിർമ്മാണമാണ് അതിലാദ്യത്തേത്. കറയുള്ളതും ചവർപ്പുള്ളതുമായ ചെടികളുടെ ഇലകൾ ശേഖരിച്ച് നാടൻ പശുവിന്റെ ഗോമൂത്രവും ചാണകവും ഉഴുന്നും
കറുത്ത ശർക്കരയും ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതം ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിലും മഴമറയിലും സൂക്ഷ്മ ജലസേചനത്തിനോടൊപ്പം നൽകി വരുന്നു. ഈ കുണപ്പ ജലത്തിന് മണ്ണിലെ സൂക്ഷ്മജീവികളുടെ എണ്ണത്തെ പെറ്റുപെരുകിക്കാനും മണ്ണിന്റെ ആരോഗ്യത്തെ കൂട്ടാനും കഴിയുന്നു. വൃക്ഷ ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കുന്ന കുണപ്പജലം ചെടികളുടെ ആരോഗ്യത്തിനുള്ള ദിവ്യ ഔഷധവും വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന അമൂല്യ വളവുമാണ്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് പ്രകാരമുള്ള ധാരാളം ബണ്ടുകൾ ഈ പറമ്പിൽ കാണാം. പുതയിട്ട ബണ്ടുകളിൽ ജൈവ പച്ചക്കറികളായ വെണ്ട, പയർ എന്നിവ വളർത്തുന്നു. വെണ്ടകളിൽ പലതും പൂത്തും കായ്ച്ചു നിൽക്കുന്നത് കാണാം. ചെടിച്ചുവടുകളിൽ കണികജലം കൃത്യമായി എത്തുന്നുണ്ട്. ഫാം സന്ദർശനത്തിനായി ധാരാളം പേർ ഇവിടെ എത്താറുണ്ട്. താരതമ്യേന കളകൾ ഇവിടെ കുറവാണ്. കൃഷിസ്ഥലം വൃത്തിയും വെടിപ്പും ഉള്ളതാക്കി സൂക്ഷിക്കാൻ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. വള്ളിപ്പയറിന്റെ വിളവെടുപ്പ് സൂചന കർഷകനും കൂട്ടുകാർക്കും ഉള്ളിൽ ഉത്സാഹം പകരുന്നു. പാവലും പടവലവും പടർത്തിയ പന്തലുകളിൽ പൂവിട്ട് നിൽക്കുന്ന പൂക്കളും അവയെ ചുറ്റിപ്പറ്റിയുള്ള മിത്രകീടങ്ങളും. തൂങ്ങിയാടുന്ന പടവലങ്ങൾക്ക് പുറംചട്ടയായി കടലാസ് പൊതിയുന്നത് കൂടുതൽ സുരക്ഷിതത്വത്തിനു വേണ്ടി മാത്രമാണ്. മത്തൻ, ചുരയ്ക്ക, നെയ്ക്കുമ്പളം എന്നിങ്ങനെയുള്ള പച്ചക്കറികൾ പൂച്ചൂടി മണ്ണിന്റെ ആവരണമായി നിലത്തു പടർന്നു കിടക്കുന്നു. ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ തക്ക ശേഷിയുള്ള ഒരു അപൂർവ ഔഷധ ചെടിയായ ലക്ഷ്മി തരു പച്ചക്കറിത്തോട്ടത്തിനിടയിൽ തലയുയർത്തി നിൽക്കുന്നു. മണ്ണിര കമ്പോസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ച ഷെഡ് പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ഉത്തമ ജൈവ വളങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ചതാണ് മണ്ണിര കമ്പോസ്റ്റ്. വിളവെടുപ്പിനും കാർഷിക പണികൾക്കും കൂട്ടായി തന്റെ സന്തത സഹചാരിയായ ശ്രീ ശേഖരന്റെ സാമീപ്യം എപ്പോഴും ഉള്ളതുകൊണ്ട് തൊഴിലാളി ക്ഷാമം അനുഭവപ്പെടാറില്ല. സമയം കിട്ടുമ്പോഴെല്ലാം ഉണ്ണിസാറും കുടുംബവും സുഹൃത്തുക്കളും ഫാമിൽ ഒത്തുകൂടി കൃഷിക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പതിവാണ്. ആരോഗ്യമുള്ള നല്ല ഇനം നാടൻ പശുക്കളായ കൃഷ്ണയും കപിലയും ഫാമിലെ നാട്ടുപരിചരണത്തിന് യോജിച്ചവ തന്നെ. ദൈനംദിന കറവയും മറ്റ് ശുശ്രൂഷകളും സാധാരണ പശുക്കൾക്കുള്ളതുപോലെ തന്നെ. ആഹാരമായി കൊടുക്കുന്ന പച്ചപ്പുല്ലും പിണ്ണാക്കും തവിടും കൂടിയാകുമ്പോൾ കർഷകന്റെ ജോലി ലഘൂകരിക്കുന്നു. ഇവകളുടെ ചാണകവും ഗോമൂത്രവും കൃഷിയിടത്തിലെ വളം നിർമ്മിക്കുവാൻ വിലപ്പെട്ട ജൈവവസ്തുക്കളാകുന്നു.
കന്നുകാലികൾക്ക് പുറമെ നാടൻ കോഴികളെ വളർത്തുന്നതിലും ഉണ്ണിസാർ ശ്രദ്ധാലുവാണ്. കോഴിമുട്ടകളും കോഴിക്കാരവും വേണ്ടുവോളം ലഭിക്കുന്നു. തന്റെ ഫാമിലെ കൃഷികൾക്ക് കോഴിക്കാരത്തിന്റെ പ്രയോഗം ജൈവവിളകളുടെ വളസമ്പത്തായി മാറുന്നു. ഇടവിള കൃഷിയിലൂടെ താൻ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന സമ്മിശ്ര കൃഷി എന്ന യാഥാർത്ഥ്യം സഫലമാകുന്നതിനൊപ്പം വട്ടിയൂർക്കാവ് കൃഷിഭവനുമായി സഹകരിച്ച് കൃഷിയുടെ ഉന്നമനത്തിനായി പല വികസന പദ്ധതികൾക്കും രൂപം കൊടുത്തു വരികയാണ് ഉണ്ണിസാർ. മണ്ണിന്റെ മണവും കർഷകന്റെ മനസ്സും ഇവിടെ ഒന്നിക്കട്ടെ. തരിശുനിലം വൃത്തിയാക്കി മാതൃകാപരമായി ജൈവകൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർഷിക സംഘങ്ങൾ വട്ടിയൂർക്കാവിൽ ധാരാളമുണ്ട്. മണ്ണിന്റെ ആരോഗ്യം സാധ്യമാക്കുകയും അതുവഴി ചെടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധ ശക്തിയും വർദ്ധിപ്പിച്ചാൽ രോഗകീട ആക്രമണങ്ങൾ കുറയ്ക്കാമെന്ന തത്വമാണ് ജൈവകൃഷിയിലേക്ക് തിരിയുന്ന കർഷകർ ആലംബമാക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു കാർഷിക സമിതിയാണ് വട്ടിയൂർക്കാവ് കുലശേഖരത്ത് പ്രവർത്തിച്ചു വരുന്ന ചീരവള്ളി കാർഷിക സമിതി. സ്ഥലവാസികളായ 7 ചെറുപ്പക്കാരുടെ സജീവ അംഗത്വമുള്ള സമിതി ചുരുങ്ങിയ കാലം കൊണ്ട് ഇടവിള കൃഷിയിൽ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നു. പാട്ടത്തിനെടുത്ത 60 സെന്റ് തരിശുഭൂമിയിൽ സമിതി അംഗങ്ങളുടെ ആത്മാർത്ഥ പരിശ്രമത്തിന്റെ ഫലമായി തെങ്ങുകൾക്കിടയിലുള്ള സ്ഥലത്ത് വെണ്ട, പയർ, ചീര, തക്കാളി തുടങ്ങിയ പച്ചക്കറികൾ വാണിജ്യ അടിസ്ഥാനത്തിൽ നട്ടുവളർത്തിയിരിക്കുന്നത് കാണാം. ഏത് സമയവും സ്വയം കൃഷിപ്പണിക്കാരായി മാറാൻ കഴിയുന്ന ഇവർക്ക് കൃഷിസ്ഥലം ഒരുക്കലും വിത്തിടലും ജലസേചനവും ജൈവ മരുന്നടിക്കലും ഒക്കെ നേരിട്ട് ചെയ്യുന്നതാണ് സംതൃപ്തി. പല ഇനത്തിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴകളുടെ തോട്ടം കൺകുളിർക്കെ കാണാവുന്നതാണ്. തഴച്ചു വളരുന്ന വാഴകളിൽ നിന്നും വിളഞ്ഞു പാകമായ കുലകളെ സംഘാടകർ മുറിച്ചു മാറ്റുന്നു. നമുക്കറിയാം, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷമയമായ പച്ചക്കറി കുറച്ച് മാരകമായ അസുഖങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ശരിക്കും ജൈവകൃഷി എല്ലാ ഭാഗത്തും വ്യാപിപ്പിക്കുന്നതിൻ്റെ പ്രയോജനം കൊടുക്കുക എന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ 7ഓളം പേര് ചേർന്ന് ഇങ്ങനെ ഒരു സമിതി രൂപീകരിച്ചതും അതോടൊപ്പം ഈ വസ്തുവിൻ്റെ ഉടമസ്ഥരിൽ നിന്ന് നമുക്കിത് കൃഷി ചെയ്യുന്നതിലേക്ക് ആവശ്യമായ സഹായം അനുവദിച്ചു തരണം. അതനുസരിച്ച് അവർ ഈ വസ്തു 5 വർഷത്തേക്ക് നമുക്ക് കൃഷി ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള അനുമതി തന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ കൃഷി ജോലികൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃഷിയിടത്തിൽ മറ്റ് ജോലിക്കാർ ഒന്നും തന്നെ വയ്ക്കാതെ ഈ കർഷക സമിതിയിൽ അംഗങ്ങളായിട്ടുള്ള 7 പേരും വളരെ ആത്മാർത്ഥതയോടുകൂടി പകലും അതുപോലെ തന്നെ പകല് മുഴുവൻ സമയവും മാറി മാറി പരിചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൃഷിയിടം ഞങ്ങൾക്ക് നോക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ജൈവ രീതിയിലുള്ള കൃഷിയാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാണകവും കോഴിക്കാരവും ധാരാളം ശേഖരിച്ചു വച്ചിട്ടുള്ളത് ചെടികൾക്ക് വളമായി ഉപയോഗിക്കുന്നു. കുണപ്പുജല പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. വിളവെടുക്കുന്ന വിളകളെ നാട്ടുകാരുടെ സഹകരണത്തോടെ കൃഷിസ്ഥലത്തു തന്നെ വിറ്റഴിക്കുന്നു. വിഷലിപ്തമായ പച്ചക്കറികൾ ഉണ്ടാക്കുന്ന അനാരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇത്തരം പച്ചക്കറികൾക്ക് വിപണി വീട്ടിൽ തന്നെ ഒരുക്കാം. ചീരവള്ളി കാർഷിക സമിതിക്കൊപ്പം ശക്തി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള
ബോധവൽക്കരണ ക്ലാസുകൾ സമിതി അംഗങ്ങൾക്കും കർഷകർക്കും ഏറെ പ്രയോജനം ചെയ്യുന്നു. ജൈവകൃഷി അഭിമാനത്തോടെ ചീരവള്ളി കർഷക സമിതി. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നാളികേര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നു. കാർഡ്സ് കർഷക ഓപ്പൺ മാർക്കറ്റ് പാലാരിവട്ടത്ത്. നെല്ലിലെ ഓലച്ചുരുട്ടിപ്പുഴുവിനെതിരെ പരാതമുട്ട കാർഡുകൾ. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കൃഷിവകുപ്പ് സംസ്ഥാനത്ത് നാളികേര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നു. 10 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. 4 മുതൽ 60 വർഷം വരെ പ്രായമായ ശരാശരി 30 നാളികേരം പ്രതിവർഷം വിളയുന്ന തെങ്ങുകൾക്കാണ് പരിരക്ഷ ലഭിക്കുക. കായ്ഫലമുള്ളതും ആരോഗ്യമുള്ളതുമായ 5 തെങ്ങെങ്കിലും കൃഷി ചെയ്യുന്ന കർഷകർക്ക് പദ്ധതിയിൽ അംഗമാകാം. കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, രൂക്ഷമായ കീടരോഗ ആക്രമണം, കാട്ടുതീ, ഇടിമിന്നൽ, കൊടും വരൾച്ച തുടങ്ങിയവ നാശനഷ്ടങ്ങൾക്കാണ് പരിരക്ഷ ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററിൽ ജനുവരിയിൽ വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ജനുവരി 9 മുതൽ 12 വരെ ഡയറി ഫാം സംരംഭത്തിലും 23 മുതൽ 25 വരെ പോത്ത് വളർത്തലിലും പരിശീലനം നൽകും. വിശദ വിവരങ്ങൾക്ക് 048726956869 എന്ന നമ്പറിൽ വിളിക്കുക. തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളം പാലാരിവട്ടത്ത് കർഷക ഓപ്പൺ മാർക്കറ്റ് ആരംഭിച്ചു. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, ഇറച്ചി, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ മൊത്തമായും ചില്ലറയായും ഇവിടെ നിന്നും വാങ്ങുവാൻ കഴിയും. കൂടാതെ കപ്പ, ചക്ക, തേങ്ങ, പപ്പായ, മറ്റ് പഴവർഗ്ഗങ്ങൾ, തേൻ എന്നിവയുടെ സംസ്കരിച്ച വിഭവങ്ങൾ, നാടൻ വിത്തുകളുടെ സംരക്ഷണത്തിനും പ്രചരണത്തിനുമായി വിത്ത് ബാങ്കും ലഭിക്കും. അതോടൊപ്പം ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും കാർഷിക ഉപകരണങ്ങളും പച്ചക്കറി തൈകളും ഗ്രോ ബാഗുകളും ഇവിടെ നിന്നും ലഭ്യമാണ്. കർഷക ഓപ്പൺ മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ താൽപ്പര്യമുള്ള കർഷകർ, കർഷക ഗ്രൂപ്പുകൾ, ഉൽപാദക കമ്പനികൾ എന്നിവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9847413168. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 27, 28 തീയതികളിൽ ആട് വളർത്തലിൽ സൗജന്യ പരിശീലനം നൽകുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് പരിശീലനം. ഫോൺ നമ്പർ 0482234323. നെൽപ്പാടത്ത് കാണുന്ന പ്രധാന കീടങ്ങളായ ഓലചുരുട്ടിപ്പുഴു, തണ്ടുതുരപ്പൻ പുഴു എന്നിവയ്ക്കെതിരെ
പരാത മുട്ടക്കാർഡുകൾ കൃഷിയിടത്തിൽ സ്ഥാപിക്കാവുന്നതാണ്. ഏക്കറിന് 1 cc എന്ന തോതിൽ ട്രൈക്കോഗ്രാമ മുട്ടക്കാർഡുകൾ ഓലക്കാലുകൾ നാട്ടിയോ പ്ലാസ്റ്റിക് കപ്പുകളിൽ നിക്ഷേപിച്ചോ സ്ഥാപിക്കാം. 7 ദിവസം ഇടവിട്ട് 5 തവണ മുട്ടക്കാർഡുകൾ സ്ഥാപിച്ചാൽ കീട ആക്രമണത്തെ ചെറുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വടക്കാഞ്ചേരി കൃഷിഭവനിൽ പ്രവർത്തിക്കുന്ന വിള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 10,900 രൂപ, കോഴിക്കോട് 12,000 രൂപ, തൃശൂരിൽ 10,700 രൂപ. കൊപ്ര കൊച്ചിയിൽ 7,325 രൂപ, കോഴിക്കോട് 7,600 രൂപ, തൃശൂരിൽ 7,250 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 67,500 രൂപ, ഗാർബിൾഡ് 70,500 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ സേലത്ത് 9,500 രൂപ, ഈറോഡിൽ 10,000 രൂപ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 13,000 രൂപ, 4ാം ഗ്രേഡ് 13,600 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 13,000 രൂപ, 4ാം ഗ്രേഡ് 13,700 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 10,900 രൂപ, കൊപ്ര 7,325 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 67,500 രൂപ, ഗാർബിൾഡ് 70,500 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ചുക്ക് ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 225-നും 245-നും മധ്യേ. തൊണ്ടില്ലാത്തത് 425-നും 450-നും മധ്യേ. ജാതിപത്രി 500-നും 875-നും മധ്യേ. ഗ്രാമ്പു 795 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 13,000 രൂപ, 4ാം ഗ്രേഡ് 13,600 രൂപ. ഒട്ടുപാൽ 9,500 രൂപ, ലാറ്റക്സ് 8,500 രൂപ. കമ്പോള അവലോകനം. കുരുമുളകിന് തുടർച്ചയായി 2 ദിവസം വിലയിടിവ് നേരിട്ടത് ഉൽപാദന മേഖലകളിൽ ആശങ്ക പടർത്തി. മൂപ്പ് കുറഞ്ഞ മുളകിന്റെ വിളവെടുപ്പ് പുരോഗമിക്കവേ 2 ദിവസത്തിനിടയിൽ 500 രൂപ കുറഞ്ഞ് അൺഗാർബിൾഡ് 67,500 രൂപ രേഖപ്പെടുത്തി. വിപണിയിലെ തളർച്ച കണക്കിലെടുത്താൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ശേഷം വിളവെടുപ്പ് ഊർജിതമാകും. വിനിമയ വിപണിയിലെ ചലനങ്ങൾക്കൊപ്പം രാജ്യാന്തര റബ്ബർ വില കയറി ഇറങ്ങിയത് റബ്ബർ ഇന്ത്യൻ ടയർ വ്യാപാരികളെ ഷീറ്റ് സംഭരണത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. സംസ്ഥാനത്തെ മുഖ്യ വിപണികളിൽ 4ാം ഗ്രേഡ് ഷീറ്റ് വില താഴ്ന്നു. വണ്ടൻമേട്ടിൽ നടന്ന ഏലക്ക ലേലത്തിൽ 25 ടൺ ഇന്ന് കൈമാറി. ഉത്തരേന്ത്യയിൽ നിന്നും പ്രാദേശിക വ്യാപാരികളിൽ നിന്നും ഏലത്തിന് ശക്തമായ ഡിമാൻഡ് നിലനിന്നു. മികച്ച ഇനങ്ങൾ കിലോ 1,326 രൂപയിലും ശരാശരി ഇനങ്ങൾ 1,176 രൂപയിലും രേഖപ്പെടുത്തി. ഭക്ഷ്യെണ്ണ വിലകളിൽ ഇന്ന് കാര്യമായ മാറ്റം ദൃശ്യമായില്ല. കൊച്ചി, കോഴിക്കോട് വിപണികളിൽ വെളിച്ചെണ്ണ സ്റ്റഡിയാണ്. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 34.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.7, 24.1. കൊച്ചി 34.2, 23.7. ആലപ്പുഴ 32.6, 24. പുനലൂർ 32.5, 22.5. തിരുവനന്തപുരം കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.